നമസ്കാരം പ്രിയമുള്ളവരെ, നമ്മളുടെ വീടുകളിലേക്ക് സംസ്ഥാന സർക്കാരിൻ്റെ വിവിധ ധനസഹായ ക്ഷേമ പദ്ധതി ആനുകൂല്യങ്ങൾ എത്തിച്ചേരാൻ പോവുകയാണ്. നമ്മൾ അപേക്ഷ വെച്ചിട്ടില്ല എങ്കിൽ അപേക്ഷ കൊടുക്കുകയും അതോടൊപ്പം തന്നെ മുൻപ് അപേക്ഷ വെച്ചവരുടെ ആനുകൂല്യങ്ങളെല്ലാം ഇപ്പോൾ അംഗീകരിക്കുകയും ചെയ്യുന്ന അവസരമാണിത്. 14-ാം പഞ്ചവത്സര പദ്ധതി പ്രകാരം ജനകീയ ആസൂത്രണ പദ്ധതികളിൽ ഉൾപ്പെടുത്തി 2026-27 സാമ്പത്തിക വർഷത്തിൽ 50ഓളം വരുന്ന വിവിധ സ്കീമുകൾ, അത് നമ്മളുടെ വീട് മെയിൻ്റനൻസ്, അതോടൊപ്പം തന്നെ വീടിന് അപേക്ഷ വെച്ചവരുടെ അംഗീകരിക്കൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, അതോടൊപ്പം തന്നെ വിവിധ കൃഷിക്ക് വേണ്ടിയിട്ടുള്ള ധനസഹായങ്ങൾ, ജൈവ വള വിതരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, അതോടൊപ്പം തന്നെ മഴവെള്ള സംഭരണ നിർമ്മാണം, കിണർ റീചാർജ്, 60 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് സഹായ ഉപകരണങ്ങൾ, കട്ടില്, കമ്പിളിപ്പുതപ്പ്, അങ്ങനെയുള്ള വിവിധ ആനുകൂല്യങ്ങളോടൊപ്പം തന്നെ ഭിന്നശേഷിക്കാരായിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് ആനുകൂല്യങ്ങൾ, ഭിന്നശേഷിക്കാർക്ക് മുച്ചക്ര സ്കൂട്ടർ വിതരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, അങ്ങനെയുള്ള ഒട്ടനവധി ക്ഷേമ പദ്ധതികളുടെ നിലവിൽ ഗുണഭോക്തൃ ലിസ്റ്റ് അംഗീകരിക്കൽ ചില പഞ്ചായത്തുകളിൽ നടക്കുന്നു. അതോടൊപ്പം തന്നെ ചില പഞ്ചായത്തുകളിൽ ഇപ്പോൾ ആണ് അപേക്ഷാ ഫോം വിതരണം ചെയ്ത് തുടങ്ങുന്നത്. അപ്പോൾ ഈ ഒരു ജനകീയ പദ്ധതി നമ്മളുടെ സംസ്ഥാനത്തുടനീളം നടപ്പിലാക്കുന്നുണ്ട് എന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. എല്ലാ പഞ്ചായത്തുകളിലും അതോടൊപ്പം തന്നെ മുനിസിപ്പാലിറ്റികളിലും കോർപ്പറേഷനുകളിലുമെല്ലാം ഇത്തരത്തിൽ ക്ഷേമ പദ്ധതികൾ നടപ്പിലാക്കുന്നുണ്ട്. അതായത് 2026-27 ഗ്രാമസഭയിൽ നമ്മൾ തീർച്ചയായിട്ടും പങ്കെടുത്തിരിക്കണം. ആ ഒരു സമയത്തായിരിക്കും ഫോം നമുക്ക് ലഭിക്കുക. അതില്ലെങ്കിൽ അതിന് മുന്നോടിയായിട്ട് ഫോം ലഭിച്ചിരിക്കും. നിലവിൽ ഓരോ പദ്ധതിക്കും ഓരോ ഫോം എന്ന രീതിയിൽ തന്നെയാണ് കണക്കാക്കുന്നത്. ഒരു കുടുംബത്തിൽ 3 അപേക്ഷകൾ വരെ അല്ലെങ്കിൽ പഞ്ചായത്ത് നിഷ്കർഷിക്കുന്ന അപേക്ഷകൾ സമർപ്പിക്കാം. നിലവിൽ നമുക്ക് ഒരു ഫോമേ ലഭിച്ചിട്ടുള്ളൂ എങ്കിൽ പോലും വിഷമിക്കേണ്ട ആവശ്യമില്ല. ഒന്നിലധികം ഫോമുകൾ പഞ്ചായത്തിൽ നിന്ന് വാങ്ങാം. അതല്ലെങ്കിൽ നമുക്ക് ഫോട്ടോസ്റ്റാറ്റ് എടുത്താൽ മതിയാകും. ഇനി ഇതോടൊപ്പം തന്നെ നമ്മൾ ചേർക്കേണ്ടത് കൃത്യമായിട്ട് ഹരിതകർമ്മസേനയ്ക്ക് യൂസർ ഫീ അടയ്ക്കുന്നുണ്ട് എന്നതിൻ്റെ തെളിവാണ്. പൂരിപ്പിച്ച അപേക്ഷാ ഫോമും ഹരിതകർമ്മസേന യൂസർ ഫീ ഒടുക്കിയതിൻ്റെ കൃത്യമായിട്ടുള്ള ആ ബുക്കിൽ രേഖപ്പെടുത്തിയതിൻ്റെ തെളിവുമാണ് നമ്മൾ ഇതോടൊപ്പം സമർപ്പിക്കേണ്ടത്. ഇനി ഗുണഭോക്തൃ ലിസ്റ്റ് അംഗീകരിച്ച് കഴിയുമ്പോൾ കൃത്യമായിട്ട് അർഹതാ മാനദണ്ഡങ്ങളെല്ലാം പരിശോധിച്ച് മുൻപ് ആനുകൂല്യം ലഭിക്കാത്തവർക്ക് കൂടുതൽ മുൻഗണനകൾ നൽകി, അതോടൊപ്പം തന്നെ നിലവിൽ ആനുകൂല്യത്തിന് അർഹതയുള്ള വ്യക്തികളെ കണ്ടെത്തി പിന്നീട് ഗുണഭോക്തൃ ലിസ്റ്റ് അംഗീകരിക്കുന്ന സമയത്ത് പിന്നീട് വരും ദിവസങ്ങളിൽ തന്നെ അതിൻ്റെ ലിസ്റ്റ് തയ്യാറാക്കുകയും ആ ഒരു സമയത്ത് ആധാർ അല്ലെങ്കിൽ ബാങ്ക് ഡീറ്റെയിൽസ് പോലുള്ള കാര്യങ്ങൾ ഗുണഭോക്താക്കൾ സമർപ്പിച്ചാൽ മതിയാകും. സംസ്ഥാനത്തുടനീളമുള്ള എല്ലാ ഗ്രാമപഞ്ചായത്തുകളിലും നഗരസഭകളിലുമെല്ലാം ഈ പ്രാധാന്യം നൽകി നടപ്പിലാക്കുന്ന പദ്ധതികളാണിത്. ഗ്രാമസഭകളിൽ പങ്കെടുക്കുക. ആ ഒരു സമയത്ത് തന്നെയാണ് ഈ കാര്യങ്ങളുടെ കൃത്യമായിട്ടുള്ള വിശകലനവും അംഗീകരിക്കലും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടക്കുന്നത്. അതോടൊപ്പം തന്നെ പ്രധാനമന്ത്രി ആവാസ് യോജന ഗ്രാമീൺ പദ്ധതിയിൽ നിലവിൽ നമ്മളുടെ സംസ്ഥാനത്ത് 4 ലക്ഷം രൂപ തന്നെ ലഭിക്കും. അപ്പോൾ ഈ ഒരു ക്ഷേമ പദ്ധതിയിലെ ഗുണഭോക്താക്കളുടെ അപേക്ഷ വെച്ചത് നിലവിൽ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടവരെ അംഗീകരിക്കൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, അതോടൊപ്പം തന്നെ മുൻപ് നമ്മൾ പറഞ്ഞ ഈ വാർഷിക ജനകീയ ആസൂത്രണ പദ്ധതിയുടെ അംഗീകരിക്കൽ, ഇതെല്ലാം തന്നെയാണ് ഈ സമയത്ത് നടക്കുന്നത്. ചില പഞ്ചായത്തുകളിൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയാണ് ഗ്രാമസഭകൾ വിളിച്ചു ചേർത്ത് തുടങ്ങിയത്. അതായത് പദ്ധതിയിലെ ഗുണഭോക്താക്കളെ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള ഫോം വിതരണമൊക്കെ ആരംഭിച്ചിട്ടുള്ളത്. അപ്പോൾ നിരവധി പദ്ധതികളുണ്ട്. ഓരോ പഞ്ചായത്തിലും അവരുടെ മേഖലയ്ക്കനുസരിച്ച് സ്കീമുകളിൽ വ്യത്യാസങ്ങൾ ഉണ്ടായേക്കാം. വിവിധ പദ്ധതികൾക്ക് ധനസഹായം ലഭിക്കുന്ന സ്കീമുകളുണ്ട്. ക്ഷീര കർഷകർക്ക് പ്രത്യേക സഹായമുണ്ട്. അതോടൊപ്പം തന്നെ കൃഷിഭൂമി ഉള്ള കർഷകർക്ക് വേണ്ടി ജൈവവളങ്ങൾ, അതോടൊപ്പം തന്നെ മറ്റ് സബ്സിഡി പ്രോഗ്രാമുകൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ സ്ത്രീകൾക്ക് വേണ്ടി, അതായത് വീട്ടമ്മമാർക്ക് വേണ്ടി മുട്ടക്കോഴി വളർത്തൽ പോലുള്ള പദ്ധതികൾ, അതോടൊപ്പം തന്നെ മുറ്റത്തൊരു മീൻകുളം പോലുള്ള പദ്ധതികൾ, അതോടൊപ്പം തന്നെ കർഷകർക്കും അതോടൊപ്പം സാധാരണക്കാർക്കും ഉപകരിക്കുന്ന രീതിയിൽ വാട്ടർ ടാങ്ക് നിർമ്മാണം. അപ്പോൾ അങ്ങനെയുള്ള ഒട്ടനവധി പദ്ധതികൾ ഇതിൻ്റെ ഭാഗമായിട്ടൊക്കെ സർക്കാർ നടപ്പിലാക്കുന്നുണ്ട്. ഓരോ പഞ്ചായത്തിലും പദ്ധതികളുടെ നിലവിലുള്ള പദ്ധതികളിൽ വ്യത്യാസങ്ങൾ ഉണ്ടായേക്കാം. അത് കൃത്യമായിട്ട് അറിയണമെങ്കിൽ നമ്മുടെ വാർഡ് മെമ്പറോട് അന്വേഷിച്ചാൽ മതിയാകും. അപ്പോൾ ഇത്തരത്തിൽ ഗ്രാമസഭകൾ വിളിച്ചു ചേർക്കുന്ന സമയത്ത് കൃത്യമായിട്ട് പങ്കെടുക്കുക. ഇപ്പോൾ ഈ ഒരു ജനകീയ ആസൂത്രണ പദ്ധതിയുടെ പ്രത്യേക ഗ്രാമസഭകളാണ് വിളിച്ചു ചേർക്കുന്നത്. അപ്പോൾ ഈ കാര്യങ്ങൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. ഇതുപോലുള്ള ഇൻഫർമേഷൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക.